നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മണ്ണിലേക്ക് തൈ പറിച്ചു നട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. തൈകളൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട്. തൈകൾ കുറച്ച് മിസ്സിങ് ആയാലും എലി വന്ന് സ്റ്റാർട്ടിങ്ങിൽ പോയ ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ കുറച്ച് വിത്തുകളാണ് ഇനി മണ്ണിലേക്ക് നേരിട്ട് വെക്കാൻ വിചാരിച്ചത്. അപ്പൊ ഈ വിത്തുകൾ മണ്ണിലേക്ക് നേരിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണിയിലേക്ക് വിത്തുകൾ മാറ്റി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച്, അതിനുശേഷം രാവിലെ നമ്മൾ ആ കോട്ടൺ തുണി നേരെ കുറച്ച് സൂഡോമോണസ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ കിഴി ഇറക്കി വെച്ച്, പിന്നീട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ കിഴി അവിടെ നിന്ന് എടുത്ത് തുറന്ന് വീണ്ടും ഒരു കോട്ടൺ തുണിയിലേക്ക് വിത്തുകളൊക്കെ മാറ്റി അതിനുശേഷം പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൂർത്തു വരുന്ന ഭാഗം നേരെ മണ്ണിലേക്ക് ഈ ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ടുണ്ട്. കൂടുതൽ മണ്ണൊന്നും ഇടുന്നില്ല, ഇതുപോലെ ഇടാം. ഉപ്പതാ ഇറാനി വെറൈറ്റി വിത്തുമായിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പൊ ആ ഏരിയയിൽ ഉപ്പ വിത്തിട്ടുണ്ട്. ഇന്ന് ഫെബ്രുവരി 17. മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടൊക്കെ വെള്ളം നിൽക്കും. നെൽകൃഷി ചെയ്യുന്ന പാടാണിത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇനി വൈകിപ്പിക്കാൻ പറ്റില്ല. ഷമാമിന്റെ വിത്താണ്. പാക്കറ്റ് പൊട്ടിച്ചിട്ട് നേരിട്ട് നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ പോവാണ്. ചിലപ്പോൾ മിക്കവാറും വിത്ത് ഇനിയും അഡീഷണൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. ഏകദേശം 1 ഏക്കറിലാണ് 4000 വിത്തൊക്കെ നമ്മളെ സുഹൃത്ത് ഇബ്രാഹിം തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ 1 ഏക്കർ സ്ഥലം എടുത്തിട്ടില്ല. ഏകദേശം 75-80 സെന്റ് അത്രേ ഉള്ളൂ. അത്രയും ഏരിയ തന്നെ നമുക്ക് 4000 വിത്തോ അതിന് മുകളിലെ വിത്തോ പോകുന്ന സാഹചര്യമുണ്ട്. അതിനൊരു പ്രധാന റീസൺ ആണ് നമ്മൾ ഏരിയ എടുത്തല്ലോ, ഇതിന്റെ സെന്ററിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കുറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് കൂടുതൽ സീഡ് പോകുന്നത്. ചിലപ്പോൾ അതൊരു ഗുണമായിരിക്കും. ചിലപ്പോൾ വള്ളി പടരാൻ ഗ്യാപ്പില്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്ഷനിൽ ചിലപ്പോൾ കുറവ് വരാനും ചാൻസ് ഉണ്ട്. ഏതായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൃഷി നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 12 മണി 12:15 ടൈമായിട്ട് ഇനി ഇവിടെ നിൽക്കൂല, നല്ല വെയിലാണ്. ബാക്കി കാഴ്ചകൾ നാളെ.